ന്നു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി 5/8/2024 ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യത്തെ 6 നിയോഗത്തിൽ ആദ്യത്തെ നിയോഗത്തിൽ വെച്ചിരുന്നത് എൻ്റെ മൂത്ത മകൻ വിവാഹം കഴിച്ചിട്ട് 6 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് പോവുകയും അവർക്ക് അവിടെ നമ്മുടെ ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ടുവയ്ക്കുകയും അവിടെ ഞാനിവിടുന്ന് ഒരു മാതാവിൻ്റെ രൂപം കൊണ്ടു കൊടുക്കുകയും ആ രൂപം നോക്കി അവർ പ്രാർത്ഥിക്കുകയും ആ തൈലം ഉടമ്പടി തൈലം മോളുടെ വയറിലൊക്കെ ഞാൻ പുരട്ടി. അവൾ രാവിലെ അന്ന് ഡ്യൂട്ടിക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, മമ്മി ഒരു സൂത്രം മമ്മിയുടെ കയ്യിൽ തരാമെന്ന്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതെന്താണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. മോൾ എൻ്റെ കയ്യിൽ തന്നത് മോള് ഗർഭിണിയാണെന്നുള്ള പോസിറ്റീവായ ഒരു റിപ്പോർട്ടായിരുന്നു. ഞാൻ സന്തോഷം കൊണ്ട് അവിടുന്ന് കരഞ്ഞുപോയി. 6 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത്. മരുന്നൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ആയതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ എനിക്ക് ഈ നിയോഗത്തിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം അമ്മ മാതാവ് തന്നത്. രണ്ടാമത്തെ നിയോഗം, എൻ്റെ ചേട്ടൻ്റെ കയ്യ് ഒരു തോളിന് വേദനയായിരുന്നു. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പറഞ്ഞു അത് 2.5 ലക്ഷം രൂപ മുടക്കി ഓപ്പറേഷൻ ചെയ്യണമെന്ന്. നമുക്ക് സാമ്പത്തികമായിട്ട് അത് ചെയ്യാനുള്ള ഇതില്ലായിരുന്നത് കാരണം ഉടമ്പടി തൈലം കയ്യിലെന്നും തൂത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ചേട്ടൻ്റെ കൈയുടെ വേദന പൂർണ്ണമായി കുറഞ്ഞു. എല്ലാ ജോലികളും ആ കൈകൊണ്ട് ഇന്ന് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമത്തെ നിയോഗം, ഞങ്ങൾക്ക് 2 ഷോപ്പുണ്ടായിരുന്നു. അത് കൊറോണ മൂലം കച്ചവടമൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഒരു ഷോപ്പ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അതിന് ആരും അങ്ങനെ കൊടുക്കാനുള്ള ആൾക്കാരൊന്നും വന്നില്ല. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടിയിൽ ആ നിയോഗം ഞാൻ സമർപ്പിച്ചിരുന്നു. അതും പ്രകാരം ഞാൻ ഇവിടെ നിയോഗം വെച്ച് സമർപ്പിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ ആൾ വന്നിരിക്കുന്നു. ആ ഷോപ്പ് ഞങ്ങൾക്ക് തരണം ചേട്ടൻ, ഞങ്ങൾക്ക് തരണമെന്ന് 2-3 ആൾ വന്നു. ആ ഷോപ്പ് കൊടുക്കാനുള്ള അനുഗ്രഹവും അമ്മ തന്നു. നാലാമത് എൻ്റെ മോൻ്റെ 33 വയസ്സായി. അവന് വിവാഹമൊന്നും നടക്കാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ 4ാമത്തെ നിയോഗത്തിൽ അവൻ്റെ ഈ കാര്യം സമർപ്പിച്ചിരുന്നു. ഈ കഴിഞ്ഞ മാസം 24-ാം തീയതി എൻ്റെ മോൻ്റെ വിവാഹവും അമ്മ ഭംഗിയായി നടത്തി തന്നു. അമ്മയ്ക്കും തൃക്കുമാരനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തികളിൽ ഞാൻ രോഗികളായി ആശുപത്രി കിടക്കുന്നവരും ഭവനങ്ങളിലുള്ളവരുടെ ഒക്കെ അടുത്ത് പോയി സന്ദർശിക്കാറുണ്ട്. അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടുന്ന് പോകുമ്പോൾ തൊട്ട് ഞാൻ പേപ്പർ എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഒരു 5 ദിവസത്തിൽ കൂടുതൽ എൻ്റെ കയ്യിൽ ആ പേപ്പർ കെട്ട് കാണുകയില്ല. എല്ലാവർക്കും ഞാൻ കൊടുക്കും. എനിക്ക് കാണുന്ന സന്തോഷത്തോടെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആ പേപ്പറും വിതരണം ചെയ്യും. അമ്മയ്ക്കും എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ആദ്യമായി മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോമിത. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായിരുന്നു. ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല. 2 തവണ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് ആ കുട്ടിയെ കിട്ടിയില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപാട് വിഷമിച്ച് ഇരിക്കുകയായിരുന്നു ഒരു കുട്ടിയില്ലാത്തതിന്. അങ്ങനെയാണ് മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിൻ്റെ ഉപ്പും തൈലവും എല്ലാം ഒരു മാതാവിൻ്റെ രൂപമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഞങ്ങൾക്ക് തന്നു. അന്ന് തൊട്ട് ഞാൻ ആ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ധ്യാനത്തിലും ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലും ഇവിടെ പറയുന്ന സാക്ഷ്യമെല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെ 1 മാസത്തിനുള്ളിൽ തന്നെ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. സങ്കീർത്തനങ്ങൾ 71:16 ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. തങ്കമ്മ മാത്യു എന്ന ഈ അമ്മയും കുടുംബവും വലിയ നന്ദിയോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ നന്മകളെ അടയാളപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാഹം കഴിഞ്ഞ് 6 വർഷമായും കുഞ്ഞുങ്ങളില്ലാതിരുന്ന അമ്മയുടെ മകനും കുടുംബത്തിനും മറ്റ് ചികിത്സയോ കാര്യമോ ഒന്നുമില്ലാതെ അവർ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ അത് ചുരുക്കം സമയത്തിനുള്ളിൽ തന്നെ അമ്മ മാതാവ് കുടുംബത്തിന് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിൻ്റെ സന്തോഷമാണ് അൾത്താരയിൽ പങ്കുവെച്ചത്. അമ്മ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ മകനും മകളും ആ ഉടമ്പടിയോട് ചേർന്ന് ഉടമ്പടി പ്രകാരം ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു.
അതോടൊപ്പമുള്ള മറ്റൊരു നിയോഗമായിരുന്നു മകൻ്റെ വിവാഹം നടക്കുകയെന്നത്. അതും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വളരെ ആഗ്രഹത്തോടും ശരണത്തോടും വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു. അതും അമ്മ മാതാവ് കഴിഞ്ഞ മാസം വളരെ നല്ല രീതിയിൽ വിവാഹം മകന് നൽകിയതിൻ്റെ സന്തോഷം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ ജീവിത പങ്കാളിക്ക് കൈക്കുണ്ടായ ഗുരുതരമായ രോഗാവസ്ഥ, അത് വലിയ ചിലവേറിയ ഓപ്പറേഷൻ വേണമെന്ന് ആശുപത്രിയിൽ പറയുമ്പോഴും അമ്മ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് ആ ഷോൾഡറിൽ പുരട്ടി കൊടുത്തുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും അതിലൂടെ രോഗം സൗഖ്യപ്പെട്ടതിനെയും അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും, അത് കടന്നു പോകുന്ന പ്രതിസന്ധികളും ക്ലേശാവസ്ഥകളും ഏതു തന്നെയാണെങ്കിലും അമ്മയുടെ അരികിൽ വിശ്വാസത്തോടെ കൊടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വസ്തയോടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് വലിയ അനുഗ്രഹത്തിന്, പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന്, കണ്ണീരൊപ്പുന്നതിന് കാരണമായി തീരുന്നുവെന്ന് ഈ മക്കളുടെ വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ അടയാളപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. ഈ മക്കൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യങ്ങൾ സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.